അതെ, നിങ്ങളൊരു സൗണ്ട് ബാർ സിസ്റ്റം വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ കയ്യിൽ ബഡ്ജറ്റ് ഭയങ്കര ടൈറ്റ് ആണ്, പക്ഷേ നിങ്ങൾ നല്ല ക്വാളിറ്റി ഒരു സൗണ്ട് ബാർ വാങ്ങണം. അങ്ങനെയുള്ള ഒരു പ്ലാനിങ്ങിലാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അടിപൊളി ഒരു പ്രൊഡക്റ്റ് ഇന്ന് പരിചയപ്പെടുത്താം. സെബ്രോണിക്സ് മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള അവർ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ലോഞ്ച് ആണ്. സെബ്രോണിക്സിന്റെ ഒരു സൗണ്ട് ബാർ സിസ്റ്റമാണ്. 5.1 ചാനൽ സറൗണ്ടിങ് സൗണ്ട് കിട്ടുന്ന ഒരു കിടിലൻ പ്രൊഡക്റ്റ് ആണ്. അപ്പം സമയം കളയേണ്ട നമുക്ക് പ്രൊഡക്റ്റ് പരിചയപ്പെടാം. വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. തീർച്ചയായിട്ടും എല്ലാ കമന്റുകൾക്കുള്ള റിപ്ലൈ ഞാൻ തരുന്നതാണ്. സെബ്രോണിക്സിന്റെ പ്രൊഡക്റ്റുകൾ ഞാൻ കുറെ അൺബോക്സ് ചെയ്യുകയും റിവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ട്. പ്രൊഡക്റ്റുകൾ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം സെബ്രോണിക്സിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പ്രൊഡക്റ്റുകൾ നമുക്ക് റിസീവ് ആകുന്ന പാക്കിങ് വളരെ നീറ്റ് ആയിരിക്കും, അതേപോലെ സേഫ് ആയിട്ടാണ് ഇവർ നമുക്ക് ഈ പ്രൊഡക്റ്റുകൾ എത്തിച്ചേരുന്നത്. അപ്പൊ അങ്ങനെ ഒരു കാര്യം എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പൊ അതേപോലുള്ള ഒരു പാക്കിങ്ങിലാണ് ഇന്ന് ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ റിസീവ് ചെയ്തത്. അപ്പം നമുക്ക് ആദ്യം ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ വന്നിട്ടുണ്ടെന്ന് നോക്കാം. ബോക്സ് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ നമുക്ക് മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ സബ് വൂഫർ ആണ്. സബ് വൂഫറിനോടൊപ്പം തന്നെ നമുക്ക് സൗണ്ട് ബാർ കാണാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം 2 സാറ്റലൈറ്റ് സ്പീക്കറും ഈ ഒരു ബോക്സിൽ വരുന്നുണ്ട്, പാക്കിങ്ങിൽ കിട്ടുന്നുണ്ട്. ഇതിനൊപ്പം ഒരു പവർ അഡാപ്റ്റർ, പിന്നെ ഒരു ഓക്സ് കേബിള്, പിന്നെ കുറെ സ്ക്രൂസ്, ഇതേപോലെ സാറ്റലൈറ്റ് സ്പീക്കർ വാൾ മൗണ്ട് ചെയ്യാനുള്ള ചെറിയ 2 മൗണ്ടൂടെ നമുക്ക് ഇതിലൊപ്പം ലഭിക്കുന്നുണ്ട്. അടുത്തായിട്ട് ഒരു റിമോട്ട് കൺട്രോളൂടെ ഈ ബോക്സിൽ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഈ പ്രൊഡക്റ്റിന്റെ മറ്റ് ഡീറ്റെയിൽസിലേക്ക് ഒന്ന് കടക്കാം. അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ സൗണ്ട് ബാറിന്റെ സെറ്റപ്പ്. 2 സാറ്റലൈറ്റ് സ്പീക്കേഴ്സ് ഉണ്ട്. ഇതാണ് നമ്മുടെ സൗണ്ട് ബാർ. ഇത് സബ് വൂഫർ ആണ്. സബ് വൂഫറിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. സബ് വൂഫറിൽ എന്തൊക്കെ കാര്യങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് നോക്കാം. സത്യത്തിൽ സബ് വൂഫറിൽ ഇവിടെ ഒരു സ്വിച്ച് പോലും നൽകിയിട്ടില്ല. നമുക്ക് ഡയറക്റ്റ് ഇത് ജസ്റ്റ് സൗണ്ട് ബാറിലേക്ക് പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് 110 വാട്ട്സിന്റെ സബ് വൂഫർ ആണ്. ഇനി നമ്മൾ സൗണ്ട് ബാറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സൗണ്ട് ബാറിന്റെ ഫ്രണ്ടിലായിട്ട് നല്ല അടിപൊളി ഫിനിഷിംഗിലുള്ള ഒരു ഗ്രില്ല് നൽകിയിട്ടുണ്ട്. ഒരു സൈഡിലായിട്ട് സെബ്രോണിക്സിന്റെ ബ്രാൻഡിങ് കാണാനായിട്ട് സാധിക്കും. അതിനൊപ്പം ഇവിടെ തന്നെയാണ് ഇതിന്റെ കണക്ടിവിറ്റി പോർട്സ് നൽകിയിട്ടുള്ളത്. ഇതിൽ നമുക്ക് സാറ്റലൈറ്റ് സ്പീക്കറിന്റെ 2 ഔട്ട് പോർട്ടുകൾ നൽകിയിട്ടുണ്ട്. പിന്നെ സബ് വൂഫറിന്റെ ഒരു ഔട്ട് പോർട്ട് കാണാനായിട്ട് സാധിക്കും. അതിനടുത്തായിട്ടൊരു DC ഇൻ പോർട്ട് നൽകിയിട്ടുണ്ട്. പിന്നെ ഓക്സ് കേബിൾ നമുക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു ഓക്സ് പോർട്ട് ഉണ്ട്. പിന്നെ TV ARC പോർട്ട് നമുക്ക് ഇവിടെ തന്നെയാണ് നൽകിയിട്ടുള്ളത്. സൗണ്ട് ബാറിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു ഡിസ്പ്ലേ നൽകിയിട്ടുണ്ട്. ഈ ഡിസ്പ്ലേയിൽ നമ്മൾ സൗണ്ട് ബാറിൽ സെലക്ട് ചെയ്യുന്ന ഓരോ സെറ്റിംഗ്സുകളും അറിയാനായിട്ട് പറ്റും. നമ്മൾ ഏത് മോഡാണ് സെലക്ട് ചെയ്തത്, അതേപോലെ നമ്മൾ വോളിയം അപ്പ് ഡൗൺ ചെയ്യുമ്പോൾ അതിന്റെ പെർസെൻറ്റേജ് എത്രയാണ്, ഈ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഡിസ്പ്ലേയിൽ അറിയാൻ പറ്റും. സൗണ്ട് ബാറിന്റെ ഒരു സൈഡിൽ കുറച്ച് കൺട്രോൾസ് കൂടെ നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു USB പോർട്ട് നൽകിയിട്ടുണ്ട്. പിന്നെ നമുക്ക് പവർ ഓൺ ഓഫ് ബട്ടൺ നൽകിയിട്ടുണ്ട്. അതിന് താഴെയായിട്ട് വോളിയം അപ്പ് ഡൗൺ ചെയ്യാനുള്ള ബട്ടൺസും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ സൗണ്ട് ബാർ 90 വാട്ട്സിന്റെ ആണ്. ഇനി നമുക്ക് സാറ്റലൈറ്റ് സ്പീക്കർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 സാറ്റലൈറ്റ് സ്പീക്കറും സെയിം ആണ്. ഒരു രീതിയിലുള്ള വ്യത്യാസവും രണ്ടിനും ഇല്ല. രണ്ടിലും സ്വിച്ചസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇതും ജസ്റ്റ് പ്ലഗ് ചെയ്യുക, പ്ലേ ചെയ്യുക, ആ ഒരു സെറ്റപ്പ് ആണ്. ഇതും ഗ്ലോസി ഫിനിഷിംഗിലാണ് ലഭിക്കുന്നത്. സാറ്റലൈറ്റ് സ്പീക്കർ 20 വാട്ട്സിന്റെ ആണ്. മൊത്തത്തിൽ ഈ സൗണ്ട് ബാർ സിസ്റ്റത്തിൽ ഔട്ട്പുട്ട് 240 വാട്ട്സിന്റെ RMS ഔട്ട്പുട്ട് ആണ് കിട്ടുന്നത്. ഇനി ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഡ്രൈവേഴ്സിന്റെ സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സബ് വൂഫർ 13.3 സെന്റിമീറ്ററിന്റെ വരുന്നത്. സൗണ്ട് ബാറിൽ 7.5 into 5.2 സെന്റിമീറ്ററിന്റെ 3 ഡ്രൈവേഴ്സ് ആണ് വരുന്നത്. സാറ്റലൈറ്റ് സ്പീക്കറിലാണെന്നുണ്ടെങ്കിൽ 5.08 സെന്റിമീറ്ററിന്റെ 2 ഡ്രൈവേഴ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിലെ സൗണ്ട് ബാർ 4 ohmsന്റെ ആണ്. സബ് വൂഫറും സാറ്റലൈറ്റ് സ്പീക്കറും 8 ohmsന്റെ ആണ്. ഫ്രീക്വൻസി റെസ്പോൺസ് വരുന്നത് 55 ഹെർട്സ് മുതൽ 20k ഹെർട്സ് വരെയാണ്. ഈ സൗണ്ട് ബാറിൽ മാക്സിമം 32 GB വരെയുള്ള USB സപ്പോർട്ട് ആവും. അതേപോലെ തന്നെ ഇതിൽ ബ്ലൂടൂത്ത് വേർഷൻ വരുന്നത് 5.3 ആണ്. സോ ടോട്ടൽ ഈ സൗണ്ട് ബാർ സിസ്റ്റത്തിന്റെ വെയിറ്റ് വരുന്നത് 6.2 kg ആണ്. ഇനി ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള കണക്ഷൻ പരിപാടിയാണ് ഇതിലുള്ളത്. നമുക്ക് സബ് വൂഫറിൽ നിന്ന് ഡയറക്റ്റ് സൗണ്ട് ബാറിന്റെ ബാക്ക് സൈഡിലേക്ക് ഞാൻ ഓൾറെഡി കാണിച്ചതുപോലെ സബ് ഔട്ട് എന്നുള്ള ആ ഒരു ഓപ്ഷനിലേക്ക് ഇതിൽ നിന്ന് കണക്ഷൻ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. സബ് വൂഫറിലേക്ക് ഇങ്ങനെ ഡയറക്റ്റ് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് സാറ്റലൈറ്റ് സ്പീക്കറും ഡയറക്റ്റ് കണക്ട് ചെയ്യാനുള്ള പോർട്ട് നൽകിയിട്ടുണ്ട്. അപ്പൊ ഇതിലൂടെ നമുക്ക് വളരെ ഈസി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സാറ്റലൈറ്റ് സ്പീക്കർ നമ്മൾ എവിടെയാണോ വെക്കുന്നത് അവിടെ വരെ നമുക്ക് ഇത്രയും ലെങ്ത് ഉള്ള ഒരു കേബിളും സാറ്റലൈറ്റ് സ്പീക്കറിനോടൊപ്പം ലഭിക്കുന്നുണ്ട്. അപ്പൊ ഈ കേബിൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും, ഇത്രയും വലിയ റൂം ആണെങ്കിലും മാക്സിമം നമുക്ക് സാറ്റലൈറ്റ് സ്പീക്കർ സൈഡ് വശങ്ങളിൽ, ബാക്കിൽ വശങ്ങളിലായിട്ട് കണക്ട് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അപ്പം കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ വലിയ പ്രശ്നമില്ല. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇത് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
റിമോട്ടിൽ കുറച്ചധികം കൺട്രോൾസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. പെയർ ചെയ്യാനുള്ള ബട്ടൺ, അതേപോലെ റീസെറ്റ് ചെയ്യാനുള്ള ബട്ടൺ, ഡിസ്പ്ലേ ഓൺ ഓഫ് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് സൗണ്ട് ബാറിന്റെ ഡിസ്പ്ലേ ഓൺ ഓഫ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ട്രബിൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ബട്ടൺ ആണിത്. ഇത് വളരെ യൂസ്ഫുൾ ആണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ കാര്യങ്ങൾ ഇവിടെ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും റിമോട്ടിലൂടെ. അതേപോലെ ബേസിന്റെ സബ് വൂഫറിന്റെ ബട്ടൺ നൽകിയിട്ടുണ്ട്. താഴെയായിട്ട് കുറെ മോഡ്സ് നൽകിയിട്ടുണ്ട്. മ്യൂസിക് മോഡ്, മൂവി, ന്യൂസ്, സ്പോർട്സ്, അങ്ങനെ കുറെ മോഡാണ് ഈ നൽകിയിരിക്കുന്നത്. ഇത് നമുക്ക് പാട്ട്, മൂവി കാണുമ്പോഴും ഒക്കെ അതിനനുസരിച്ചുള്ള മോഡുകൾ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ റിമോട്ടിൽ ആവശ്യത്തിലധികം ഫംഗ്ഷൻസ് ഇവിടെ നൽകിയിട്ടുണ്ട്. റിമോട്ട് ഉണ്ടെങ്കിൽ വളരെ ഈസിയാണ് നമുക്ക് ഈ ഒരു സബ് വൂഫർ കൺട്രോൾ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തതിന്റെ എക്സ്പീരിയൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിനെ 50,000 രൂപയുടെ സൗണ്ട് ബാറുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുത്. ഇതിനെ 7,000 രൂപ, 6,000 രൂപ ആ ഒരു സെഗ്മെന്റിലുള്ള സൗണ്ട് ബാറുമായിട്ട് കമ്പയർ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് തന്നിട്ടുള്ളത്. ഇതിന്റെ ബേസും ടൗളും ഒക്കെ തന്നെ നമുക്ക് ഏറ്റവും ടോപ്പിൽ ഇട്ടുകൊണ്ട് തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു രീതിയിലുള്ള ഡിസ്ട്രോഷൻസ് ഒന്നും സൗണ്ടിൽ ഉണ്ടാകാത്ത രീതിയിൽ നല്ല ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. സറൗണ്ടിങ് ആണെങ്കിൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇതിന്റെ ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് കൂടുതൽ ഞാൻ പറയേണ്ട കാര്യമില്ല. സെബ്രോണിക്സിന്റെ എല്ലാ പ്രൊഡക്റ്റുകളും നല്ല ബിൽഡ് ക്വാളിറ്റിയിലാണ് വരാറുള്ളത്. അവരുടെ വില കുറഞ്ഞ പ്രൊഡക്റ്റ് ആണെങ്കിൽ വില കൂടിയ പ്രൊഡക്റ്റ്, എല്ലാത്തിന്റെയും ബിൽഡ് ക്വാളിറ്റി അവർ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് മാർക്കറ്റിൽ എത്തിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിലും വലിയ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് ഞാൻ ഈ ഒരു ഭാഗത്ത് എവിടെയെങ്കിലും കൊടുത്തേക്കാം. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഫ്ലിപ്കാർട്ടിലും ആമസോൺ ഉണ്ട്. ഫ്ലിപ്കാർട്ടിലെ ലിങ്ക് ആണ് സ്ക്രീനിൽ കാണുക. ആമസോണിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കാം. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലിനോട് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും ഇന്നത്തെ വീഡിയോ നിർത്തിയാണ്. ഇതിൽ നല്ലൊരു അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.